ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ അഗസ്റ്റിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. 10 കന്യകകളുടെ ഉപമയെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. യേശുനാഥൻ ഈ ഉപമയിൽ 10 കന്യകകളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതിൽ 5 പേര് വിവേകമതികളാണ്, 5 പേര് വിവേകശൂന്യരാണ്. എണ്ണ കരുതിയിരുന്നവരെയാണ് അവിടുന്ന് വിവേകമതികളെന്ന് പറയുന്നത്. എന്നാൽ എണ്ണ കരുതാതെ വിളക്ക് മാത്രമായി വന്നവരാണ് വിവേകശൂന്യരായ ഈ കന്യകമാർ. ഇവർ കാത്തിരുന്നത് മണവാളനെയാണ്. എന്നാൽ മണവാളൻ വന്നപ്പോൾ ഇവരുടെ വിളക്കുകളിൽ എണ്ണ തികഞ്ഞിരുന്നില്ല. അതുകൊണ്ട് വിളക്ക് അണഞ്ഞുപോയി. അങ്ങനെ ഈ വിവേകശൂന്യരായവർ ഈ വിവാഹ വിരുന്നിൽ സ്വീകരിക്കപ്പെടാതെ പോവുകയാണ്. അപ്പോൾ ഈ ഉപമ നമുക്ക് അഗസ്റ്റിൻ്റെ തന്നെ ചിന്തയിലൂടെ കടന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അഗസ്റ്റിൻ്റെ ജീവിതവുമായി ഇതിനെ ധ്യാനിക്കാൻ സാധിക്കും. ഈ ഉപമയിലൂടെ യേശുനാഥൻ പറയുന്നത് ഈ വിളക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഭാഗ്യമായ കുറേ അടയാളങ്ങളാണ്. ചിലപ്പോൾ അതവൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അടയാളമൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ 10 പേർക്കും വിശ്വാസമുണ്ട്. അത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അവർ മണവാളനെ കാത്തു തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ബാഹ്യമായ വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ പേറുന്ന വിളക്കുമായി അവർ കാത്തിരിക്കുന്നു. എന്നാൽ ഈ വിളക്ക് കെട്ടുപോവുകയാണ്. അപ്പോൾ കെട്ടുപോകുന്നതിന് തൊട്ട് മുൻപ് ഇവർ 10 പേരും ഉറക്കത്തിലാകുന്നുണ്ട്. അതായത് യജമാനൻ വരാൻ വൈകുകയാണ് എന്ന് കണ്ടിട്ട് അവർ 10 പേര് ഉറക്കത്തിലേക്ക് മയങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഉറക്കത്തെക്കുറിച്ച് അഗസ്ത്യൻ തന്നെ പറയുന്നത് അത് മരണമാണ്. ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന എല്ലാവരും ഒരിക്കലും മരിക്കുന്നുണ്ട്. എന്നാൽ മരണത്തിന് ശേഷം അവനെ സ്വീകരിക്കാനായി നമ്മൾ ഒരുക്കപ്പെടുന്നത് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്ന ഈ എണ്ണയുടെ അളവുകോല് വെച്ചാണ്. എനിക്ക് വീണ്ടും എരിയിക്കാനുള്ള എണ്ണ എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. അത് എൻ്റെ മരണശേഷവും എന്നെ പിന്തുടരുന്ന എൻ്റെ നന്മകളാണ്. ഞാൻ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ക്രിസ്തുവിനോടുള്ള യഥാർത്ഥ സ്നേഹം. അവിടെയാണ് ആ യഥാർത്ഥമായ സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ വിരുന്നിൽ പങ്കെടുക്കാൻ എന്നെ യോഗ്യനാക്കുന്നത്. ബാഹ്യമായി ഞാൻ തെളിയിച്ചു വെച്ചിരിക്കുന്ന വിളക്കോ ഞാൻ കരുതി വെച്ചിരിക്കുന്ന ആ ബാഹ്യമായ അടയാളങ്ങളോ അല്ല. എൻ്റെ ഉള്ളിൽ ഞാൻ കരുതിയിരിക്കുന്ന യഥാർത്ഥ സ്നേഹം. പക്ഷേ ഈ സ്നേഹത്തെക്കുറിച്ച് അഗസ്റ്റിൻ പറയുന്നത് ഇത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം വരുന്നതല്ല, അത് ദൈവകൃപയാൽ നൽകപ്പെടുന്നതാണ്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഒരു മനുഷ്യനും രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ കൃപ നമുക്ക് ലഭിക്കപ്പെടും. അതിനോടൊപ്പം ഇത് സ്വീകരിക്കുവാനും ഒരുക്കുവാനുള്ള മനസ്സ് നമുക്കും ഉണ്ടാവണം. ഇതെടുക്കാനുള്ള ആ മനസ്സ്, കൃപ സ്വീകരിക്കാനുള്ള ആ മനസ്സാണ് എണ്ണ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിവേകമതികളായ കന്യകമാരെ സൂചിപ്പിക്കുന്നത്. അപ്പം ഞാനും ദൈവത്തിൻ്റെ കൃപ എല്ലാ മനുഷ്യരിലേക്കും ഒഴുകപ്പെടുന്ന ആ കൃപ, ദാനമായി നൽകപ്പെടുന്ന കൃപ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഞാൻ അത് എരിയിക്കേണ്ടത്. പക്ഷേ ഈ വിവേകശൂന്യകൾ അത് സ്വീകരിക്കാൻ മറന്നുപോയി. ദൈവത്തിൻ്റെ കൃപകൾ അവർ സ്വീകരിക്കാതെ സംരക്ഷിക്കാതിരുന്നത് കൊണ്ടാണ് അവർക്ക് ആ രാത്രിയിൽ അവർ ഓടേണ്ടി വന്നത്. അപ്പോഴാണ് അവർ ആ കൃപകൾക്ക് വേണ്ടി ഓടുന്നത്. ആ ഓട്ടത്തിനിടയിൽ അവർ പരാജയപ്പെട്ടു പോവുകയാണ്. അപ്പോൾ എപ്പോഴും ദൈവകൃപ സൂക്ഷിക്കുന്ന ആ എണ്ണയുടെ പാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അഗസ്റ്റിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അഗസ്റ്റിൻ ആദ്യം ഈ വിവേകശൂന്യയായ കന്യകകളെ പോലെയായിരുന്നു. അഗസ്റ്റിൻ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭയിലെ അതിവിശുദ്ധനും പാണ്ഡിത്യം നിറഞ്ഞ ഒരു ഫിലോസഫറും തിയോളജിയനും ഒക്കെ ആയ വലിയൊരു വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതം, അദ്ദേഹം ജനിച്ചത് തന്നെ ഒരു മറ്റു മതത്തിൽ പെട്ട ഒരു പിതാവിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മോനിക്ക ഒരു വിശുദ്ധയായ ഒരു സ്ത്രീയായിരുന്നു. അവൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചിരുന്നവളായിരുന്നു. പക്ഷേ അവളുടെ ഭർത്താവും മറ്റ് ഒരു അനിയനും കൂടിയുണ്ട്. അത് ഈ അഗസ്റ്റിന്, അവനും പേഗൻ വിശ്വാസത്തിൽ വളർന്നു വന്നവരാണ്. അഗസ്റ്റിനും പേഗൻ വിശ്വാസത്തിൽ വളരുകയും ജീവിതത്തിൽ ഉടനീളം സത്യാന്വേഷണത്തിൻ്റെ പുറകെയായിരുന്നു. പക്ഷേ അവൻ ക്രിസ്തുവിനെ മറന്നുപോയി ഈ മാനിക്കേയിസം എന്ന് പറയുന്ന ഒരു തത്വചിന്തയിൽ ആകൃഷ്ടനായി അവൻ ഇങ്ങനെ ജീവിതം ആഘോഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് ഈ വിവേകശൂന്യയായ കന്യകയെ പോലെയായിരുന്നു അവൻ. ബാഹ്യമായ അടയാളങ്ങളുടെ പുറകെ അവൻ ഇങ്ങനെ പിഞ്ചെന്നപ്പോൾ ഉള്ളിൽ അവൻ ഒന്നും കരുതിയിരുന്നില്ല. എന്നാൽ പിന്നീട് അവൻ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നുണ്ട്. അത് മോനിക്കയുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് നമ്മൾ പിന്നീട് ചരിത്രത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അഗസ്റ്റിൻ തന്നെ എഴുതിയ സ്വന്തം ജീവചരിത്രത്തിൽ അവൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അവൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് അഗസ്റ്റിനെ വിശുദ്ധിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ കണ്ണുനീരിൻ്റെ മകൻ അവസാനം വിശുദ്ധിയിലേക്ക് തിരികെ വന്നപ്പോൾ ക്രിസ്തുവിനെ സൂക്ഷിച്ചപ്പോൾ, ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ അവൻ്റെ ഉള്ളു നിറയും ദൈവസ്നേഹമായിരുന്നു. അത് അഗസ്റ്റിൻ പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്നാണ്. അപ്പോൾ അങ്ങനെ ആ കൃപ മുഴുവനും അവൻ ജീവിതത്തിൽ ഉടനീളം സ്വീകരിച്ചു. അങ്ങനെ വിവേകശൂന്യയിൽ നിന്ന് വിവേകമതിയായ കന്യകയായി അവൻ മാറുകയാണ്. അവൻ്റെ ഉള്ളു നിറയെ അവൻ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം, അവൻ്റെ ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവനും പ്രകാശിപ്പിക്കുന്ന ദീപമായി മാറി. അങ്ങനെ 4-ാം നൂറ്റാണ്ടിൽ സഭയെ മുഴുവനും പിടിച്ചു നിർത്തിയ വലിയ പഠനങ്ങൾ കൊണ്ട് സഭയെ സഹായിച്ച ഈ വിശുദ്ധൻ ഉള്ളു നിറയെ ക്രിസ്തുവിൻ്റെ കൃപകൾ സൂക്ഷിച്ച വ്യക്തിയായി മാറുകയായിരുന്നു. അപ്പോൾ ഈ സുവിശേഷവും ഈ വിശുദ്ധൻ്റെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഞാൻ ഇപ്പോഴുവരെയും വിവേകശൂന്യയാണെങ്കിലും ദൈവത്തിൻ്റെ കൃപ ഏത് സമയവും എനിക്ക് സ്വീകരിക്കാൻ പറ്റും. അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഞാൻ കാണിക്കുന്ന നിമിഷം മുതൽ ഞാനും
ഞാനും വിവേകമതിയായ കന്യകയായി മാറും. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ആ കന്യകമാരെ പോലെ വിവേകമതിയായ കന്യകയാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.